നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 23 ആണ്. കേരള PSC LDC LGS പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളുമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ മന്ത്രിമാർ ആരാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ ആരാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ സുഹൃത്തുക്കളെ, കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി അച്യുത മേനോനാണ്. ആരാണ്? സി അച്യുത മേനോനാണ്. വർഷം 1970 മുതൽ 1977 വരെ. അതിനുശേഷം കെ കരുണാകരൻ 1982 മുതൽ 1987 വരെ. അതിനുശേഷം ഇ കെ നയനാർ വരുന്നു 1996 മുതൽ 2001 വരെ. അതിനുശേഷം VS അച്യുതാനന്ദൻ വരുന്നു 2006 മുതൽ 2011 വരെ. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ നിലവിൽ വരുന്നു 2011 മുതൽ 2016 വരെ. അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ വരുന്നു 2016 മുതൽ 2021 വരെ. ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം, കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ മന്ത്രിമാരാരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി അച്യുത മേനോൻ വർഷം 1970 1977, കെ കരുണാകരൻ വർഷം 1982 1987 വരെ, ഇ കെ നയനാറിന്റെ കാലഘട്ടം 1996 മുതൽ 2001 വരെ, VS അച്യുതാനന്ദന്റെ കാലഘട്ടം 2006 മുതൽ 2011 വരെ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ 2011 മുതൽ 2016 വരെ, പിണറായി വിജയൻ സർക്കാർ 2016 2021. അതിനുശേഷം അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ കാണും, വിഷമിക്കേണ്ട. നമുക്ക് ചെറിയൊരു കോഡിലൂടെ ഇത് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. AKN VSന് ഉമ്മ കൊടുക്കാത്തത് കൊണ്ട് പിണങ്ങി എന്നങ്ങ് പഠിക്കുക. കോടെന്താ സുഹൃത്തുക്കളെ? AKN VSന് ഉമ്മ കൊടുക്കാത്തത് കൊണ്ട് പിണങ്ങി എന്നങ്ങ് പഠിക്കുക. കോഡ് ഒന്നുകൂടി പറയുവാണേ, AKN VSന് ഉമ്മ കൊടുക്കാത്തത് കൊണ്ട് പിണങ്ങി എന്നങ്ങ് പഠിക്കുക. ഇതിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്യുത മേനോനാണ്. അതുപോലെ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണാകരനാണ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇ കെ നയനാരെ സൂചിപ്പിക്കുന്നു. N എന്ന് പറഞ്ഞാൽ നയനാര് കേട്ടോ. അതുപോലെ തന്നെ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ, ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ പിണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ. പഠിച്ചു വെച്ചിരിക്കുക. പിണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ. സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. കോഡ് ഒന്നുകൂടി പറയുവാണ്, AKN VSന് ഉമ്മ കൊടുക്കാത്തത് കൊണ്ട് പിണങ്ങി എന്നങ്ങ് പഠിക്കുക. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്യുത മേനോൻ, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ കരുണാകരൻ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയനാറിലെ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ എല്ലാവർക്കും അറിയും. അതുപോലെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. പിണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ. പഠിച്ചു വെക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗവർണർ ആരായിരുന്നു ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും ആര് എന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ബംഗാളിൽ നീലം വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി കാനിങ് പ്രഭു. ബംഗാളിലെ നീലം വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം 1859 പഠിച്ചോളനെ. ദത്തവകാശ നിരോധന നിയമം 1859 പിൻവലിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവും. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. വർഷം 1859. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1859 പിൻവലിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. 1857 കൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാല സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനിങ് പ്രഭു ആണ്. 1857 കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാല സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കാനിങ് പ്രഭു ആണ്. ഇന്ത്യയിൽ വരുമാന നികുതി നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ഇന്ത്യയിലെ വരുമാന നികുതി നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ഇന്ത്യയിൽ വകുപ്പ് വിഭജന സമ്പ്രദായം നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ചോദിച്ചാൽ കാനിങ് പ്രഭു ആണ്. ഇന്ത്യയിലെ വകുപ്പ് വിഭജന സമ്പ്രദായം നിലവിൽ വന്ന സമയത്തുള്ള വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ബംഗാൾ റെന്റ് ആക്ട് 1859 കൊണ്ടുവന്ന വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. വേറൊന്നുമല്ല, ബംഗാളില് നീലം കർഷകരുടെ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ് കേട്ടോ 1859
ഈ പറഞ്ഞിരിക്കുന്ന റെന്റ് ആക്ട് എന്നുള്ളത്. ജമ്മികളിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു നിയമം. അത് മാത്രം ഇപ്പൊ സുഹൃത്തുക്കൾ ഓർത്താൽ മതി. ബംഗാൾ റെന്റ് ആക്ട് 1859 കൊണ്ടുവന്ന വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കാനിങ് പ്രഭു ആണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്ന വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ബംഗാളിൽ നീലം വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭു ആണ്. അപ്പോൾ നീലം വിപ്ലവം നടന്നത് എവിടെയാണ്? നമ്മുടെ ബംഗാളിലാണ്. അതുപോലെ തന്നെയാണ് ദത്തവകാശ നിരോധന നിയമം 1859 പിൻവലിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭുവും. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവുമാണ്. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. 1857 കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിൽ വരുമാന നികുതി നിലവിൽ വന്ന സമയത്തുള്ള വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ വരുമാന നികുതി നിലവിൽ വന്ന സമയത്തുള്ള വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിൽ വകുപ്പ് വിഭജന സമ്പ്രദായം നിലവിൽ വന്ന സമയത്തുള്ള വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യയിലെ വകുപ്പ് വിഭജന സമ്പ്രദായം നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു ആണ്. അതുപോലെ തന്നെയാണ് ബംഗാളിലെ നീലം കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റെന്റ് ആക്ട് 1859 എന്ന നിയമം കൊണ്ടുവന്ന വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ബംഗാളിൽ റെന്റ് ആക്ട് 1859 നിയമം കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ആരെ സംരക്ഷിക്കാനാണ്? ബംഗാളിലെ നീലം കർഷകരുടെ അവിടുത്തെ ജമ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി കേട്ടോ, ഓർത്തു വെച്ചിരിക്കുക. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1940 ആണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം എത്രയാണ് സുഹൃത്തുക്കളെ? 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസലാണ്. പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരൻ പുഴയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ സുഹൃത്തുക്കളെ? മുതിരൻ പുഴയാണ്. ഇനി മുതിരൻ പുഴ ഏതു നദിയുടെ പോഷക നദിയാണ് എന്ന് സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യുക. മുതിരൻ പുഴ ഏതു നദിയുടെ പോഷക നദിയാണെന്നുള്ളത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ആരുടെ ഭരണകാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. പഠിച്ചോളണേ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്ത്, അല്ലെങ്കിൽ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലഘട്ടത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഒന്നുകൂടി പറയുവാണ്, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1940. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ പോയിന്റിന്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസലാണ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റാ പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് മുതിരൻപുഴ. മുതിരൻപുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്ത്, അല്ലെങ്കിൽ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലഘട്ടത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്ത്. ആരുടെ കാലഘട്ടത്താ? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്ത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത്രയും സുഹൃത്തുക്കൾ പഠിക്കുക. ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജി. ഗ്രാമസ്വരാജ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജിയാണ്. പഠിക്കുക. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രാമം. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ അത് ഗ്രാമമാണ്. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. എന്താണ്? ഹിന്ദു സ്വരാജ്. പഠിക്കുക. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജ്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിന്ദു സ്വരാജ് എന്നാണ്. സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്ന പേരാണ് ട്രസ്റ്റിഷിപ്പ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്നത് എന്താണ്? ട്രസ്റ്റിഷിപ്പ് എന്നാണ്. എന്തെന്നാണ്? ട്രസ്റ്റിഷിപ്പ് എന്നാണ്. പല ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രസ്റ്റിഷിപ്പ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാത്മാഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. വർഷം 1937. പഠിച്ചോളണേ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന
വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് വാർധാ പദ്ധതിയാണ്. വർഷം 1937. അപ്പോൾ അത് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവും അടുത്ത പോയിന്റ് പറയുമ്പോൾ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് വാർധാ പദ്ധതി, വർഷം 1937. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈ താലീം പദ്ധതി. മറക്കരുത്, ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ അത് നൈ താലീം വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അല്ല കേട്ടോ, വെറും വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് നൈ താലീം പദ്ധതിയാണ്. എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് വാർധാ പദ്ധതി, വർഷം 1937. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. പഠിച്ചോളുക. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഒന്നുകൂടി പറയുവാണേ, ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളെ അടിസ്ഥാന യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അത് ഗ്രാമമാണ്. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന പുസ്തകം ചോദിച്ചാൽ അത് ഹിന്ദു സ്വരാജ് ആണ്. എന്താണ് ഹിന്ദു സ്വരാജ്? സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്ന പേരാണ് ട്രസ്റ്റിഷിപ്പ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി, വർഷം 1937. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് നൈ താലീം പദ്ധതിയാണ്. അതുപോലെ തന്നെ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. പഠിക്കുക. സാർക്ക് രൂപീകൃതമായ വർഷം ഏതാണ്? ഇപ്പോൾ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. സാർക്ക് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1985 ഡിസംബർ മാസം 8-ാം തീയതി. സാർക്ക് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1985 ഡിസംബർ മാസം 8-ാം തീയതി. സാർക്കിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ്. മറക്കരുത്, സാർക്കിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു, നേപ്പാള്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കാഠ്മണ്ഡു, നേപ്പാളിലാണ് സാർക്കിന്റെ ആസ്ഥാനം. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? കാഠ്മണ്ഡു, നേപ്പാളാണ്. സാർക്കിലെ അംഗരാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 8 എണ്ണമാണ്. സാർക്കിലെ അംഗസംഖ്യ അല്ലെങ്കിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 8 എണ്ണമാണ്. സാർക്ക് രൂപീകരിക്കുവാൻ തീരുമാനിച്ച ഉച്ചകോടിയാണ് ധാക്ക ഉച്ചകോടി, വർഷം 1985. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, സാർക്ക് രൂപീകരിക്കുന്നതിന് തീരുമാനിച്ച ഉച്ചകോടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ധാക്ക ഉച്ചകോടി, വർഷം 1985. സാർക്കിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഇന്ത്യയാണ്. സാർക്കിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഏതാ സുഹൃത്തുക്കളെ? ഇന്ത്യയാണ്. സാർക്കിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സാർക്കിൻ ഏറ്റവും വലിയ അംഗരാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സാർക്കിലെ ഏറ്റവും ചെറിയ അംഗരാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ്. പഠിക്കുക. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യം ഇന്ത്യയും സാർക്കിലെ ഏറ്റവും ചെറിയ അംഗരാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപുമാണ്. ഏറ്റവും അവസാനമായി സാർക്കിൽ അംഗമായ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും അവസാനമായി സാർക്കിലെ അംഗമായ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. വർഷം 2007. വർഷം കൂടെ പഠിച്ചോളേ, വർഷം 2007. ഒന്നുകൂടി പറയാം. സാർക്ക് രൂപീകൃതമായ വർഷം 1985 ഡിസംബർ മാസം 8-ാം തീയതി. സാർക്കിന്റെ പൂർണ്ണരൂപം എന്തെന്ന് ചോദിച്ചാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ സാർക്കിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഠ്മണ്ഡു, നേപ്പാളാണ്. സാർക്കിലെ അംഗസംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ 8, അല്ലെങ്കിൽ സാർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 8 ആണ്. സാർക്കിന്റെ രൂപീകരിക്കുവാൻ തീരുമാനിച്ച ഉച്ചകോടി ചോദിച്ചു കഴിഞ്ഞാൽ ധാക്ക ഉച്ചകോടി, വർഷം 1985 ആണ്. സാർക്ക് രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഇന്ത്യയാണ്. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യം ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയാണ്. സാർക്കിലെ ഏറ്റവും ചെറിയ അംഗരാജ്യം ചോദിച്ചാൽ നമ്മുടെ മാലിദ്വീപാണ്. ഏറ്റവും അവസാനമായി സാർക്കിൽ അംഗമായ രാജ്യം ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാൻ. വർഷം 2007. സാർക്കിലെ അംഗരാജ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നു. ഇനി അത് ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരം ചോദ്യങ്ങൾ. സാർക്കിന്റെ അംഗരാജ്യങ്ങൾ ചോദിച്ചാൽ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഏതൊക്കെ രാജ്യങ്ങളാണ് സുഹൃത്തുക്കളെ? ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഇങ്ങനെ 8 രാജ്യങ്ങളാണ് സാർക്കിന്റെ ഭാഗമായിട്ടുള്ളതെന്ന് ഓർക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു കോഡുണ്ട്.
MBBS കാരന് പെയിൻ എന്നങ്ങ് പഠിക്കുക. MBBS കാരന് പെയിൻ എന്നങ്ങ് പഠിക്കുക. മറക്കരുത്, MBBS കാരന് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സാർക്ക് അംഗരാജ്യങ്ങളുടെ എണ്ണമാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിദ്വീപ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂട്ടാൻ, അതുപോലെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക, പെയിന്റ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, I എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇന്ത്യ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാള്. ഒന്നുകൂടി പറയുവാണേ, MBBS കാരന് പെയിൻ എന്ന് പഠിക്കുക, അല്ലെങ്കിൽ സാർക്കിലെ MBBS കാരന് പെയിൻ എന്ന് ചേർത്തങ്ങ് പഠിച്ചാലും മതി, ഒരു കുഴപ്പവുമില്ല. എന്തായിരുന്നാലും MBBS കാരന് പെയിൻ എന്ന് പഠിക്കുക. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിദ്വീപ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, എഗൈൻ B എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേപ്പാളാണ്. പഠിച്ചു വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യ പുകവലി രഹിത സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഹിമാചൽ പ്രദേശിനെയാണ്. ഇന്ത്യയുടെ പഴക്കൂട എന്നും ഋതുക്കളുടെ സംസ്ഥാനമെന്നും ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനമെന്നും പർവ്വതങ്ങളുടെ സംസ്ഥാനം എന്നും അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളേ. ഇന്ത്യയുടെ പഴക്കൂട എന്നും ഋതുക്കളുടെ സംസ്ഥാനമെന്നും ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനമെന്നും പർവ്വതങ്ങളുടെ സംസ്ഥാനമെന്നും അറിയപ്പെടുന്നത് ആരാണ്? ഹിമാചൽ പ്രദേശിനെയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ആരാണ്? ഹിമാചൽ പ്രദേശാണ്. ഓപ്ഷനില് ജമ്മു കാശ്മീർ തന്നിരിക്കും. ഒരിക്കലും സുഹൃത്തുക്കൾ ആൻസർ കൊടുക്കരുത്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി മാറിക്കഴിഞ്ഞു. അതോടുകൂടി ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇപ്പോൾ ആരാ സുഹൃത്തുക്കളെ? ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ആദ്യ പുകവിമുക്ത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പുകവിമുക്ത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. പഹാരിയ ഭാഷ പ്രചാരത്തിലിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. പഹാരിയ ഭാഷ പ്രചാരത്തിലിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശാണ്. ആപ്പിൾ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. അതിനുള്ള കാരണം എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ആരാണ്? ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശ്. പ്ലാസ്റ്റിക് ബാഗുകൾ ആദ്യമായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇത് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. പ്ലാസ്റ്റിക് ബാഗുകൾ ആദ്യമായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശാണ്. ഈ വിധാൻ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഈ വിധാൻ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശ്. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ പഴക്കൂട എന്നും ഋതുക്കളുടെ സംസ്ഥാനമെന്നും ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനമെന്നും പർവ്വതങ്ങളുടെ സംസ്ഥാനമെന്നും അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ പുകവിമുക്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പഹാരിയ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആപ്പിൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ്. ഈ വിധാൻ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശാണ്. ഗോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പഠിക്കേണ്ട പോയിന്റ് ആണ്. ഗോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. മണിക്കരൻ തെർമൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. മണിക്കരൻ തെർമൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിംല കരാർ 1972 ജൂലൈ 2 നിലവിൽ വന്നത് എവിടെ വെച്ചാണ്? ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് വെച്ചാണ്. പഠിച്ചോളെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിംല കരാർ വർഷം എത്രയാണ്? 1972 ജൂലൈ മാസം 2-ാം തീയതി. ഏത് സംസ്ഥാനത്ത് വെച്ചെന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ് വെച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്ന നാഥ്പാ ചാക്രി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പഠിച്ചോളെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയായ നാഥ്പാ ചാക്രി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ്. അതുപോലെ തന്നെ ഗദ്ദീസ് എന്ന ആദിവാസി വിഭാഗം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യം. ഗദ്ദീസ് എന്ന ആദിവാസി വിഭാഗം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഗോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. മണിക്കരൻ തെർമൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിംല കരാർ വർഷം എത്രയാണ്? അതാണ് ഇമ്പോർട്ടന്റ്. 1972 ജൂലൈ മാസം 2-ാം തീയതി. ഇത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിൽ വെച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്ന നാറ്റ്പ ചാക്രി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ്. ഗദ്ദീസ് എന്ന ആദിവാസി വിഭാഗം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശിലാണ്. വ്യക്തമായി പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട PSC യുടെ സ്ഥിരം പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിനങ്ങളും അവയുടെ പ്രത്യേകതയുമാണ്. ലോക വനദിനം മാർച്ച് 21-ാം തീയതി. ലോക വനദിനം എന്ന സുഹൃത്തുക്കളെ മാർച്ച് 21-ാം തീയതി. ലോക ജലദിനം മാർച്ച് 22-ാം തീയതി. ലോക ജലദിനം മാർച്ച് 22-ാം തീയതി. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23-ാം തീയതി. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23-ാം തീയതി. ലോക ക്ഷയദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ച് 24-ാം തീയതി. ഈ 4 ഡേറ്റുകളും PSC യുടെ ഇഷ്ടപ്പെട്ട ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് ഈസി ആകുന്നതിനനുസരിച്ച് ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോക വനദിനം എന്നറിയപ്പെടുന്നത് മാർച്ച് 21, ലോക ജലദിനം എന്ന് പറയുന്നത് മാർച്ച് 22, ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23, ലോക ക്ഷയരോഗ ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ച് 24 ഇനി നമ്മുടെ കോഡ് പറയാം. എല്ലാവർക്കും അറിയാവുന്ന കോഡാണ്, വർഷങ്ങളായുള്ള കോഡാണ്, ഒരു ഈസി കോഡാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. വനജയുടെ കാലിൽ ക്ഷയം എന്നങ്ങ് പഠിക്കുക. വനജയുടെ കാലിലെ ക്ഷയം എന്നങ്ങ് പഠിക്കുക. വന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനദിനം, ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദിനം, അതുപോലെ കാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ ദിനം, ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ക്ഷയദിനം. ഡേറ്റ് പഠിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. മാർച്ച് 21, 22, 23, 24 അങ്ങ് താഴേക്ക് എഴുതുക. വന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനദിനം, ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദിനം, അതുപോലെ കാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ ദിനം, ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ക്ഷയദിനം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കോഡാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അറിയാത്ത സുഹൃത്തുക്കൾ ഇത് വ്യക്തമായിട്ട് പഠിക്കുക. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മാർച്ചിലെ പ്രധാനപ്പെട്ട 4 ദിവസങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. വ്യക്തമായിട്ട് പഠിക്കുക. റൂക്കേല ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിച്ച രാജ്യം ജർമ്മനി. റൂക്കേല ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിച്ച രാജ്യം ഏതാ സുഹൃത്തുക്കളെ? ജർമ്മനിയാണ്. ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ഒരു മേഖലയാണിത്. നമുക്ക് ഇവനെ ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. റൂക്കേല ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജർമ്മനിയാണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിച്ച രാജ്യം ബ്രിട്ടൻ ആണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. റൂക്കേല നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജർമ്മനി. അതുപോലെ തന്നെ ഭിലായ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് റഷ്യയാണ്. ഭിലായ് ബൊക്കാറോ എന്നീ ഇരുമ്പുരുക്ക് ശാലകളുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഒന്നുകൂടി പറയുവാണ്, റൂക്കേല ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിച്ച രാജ്യം ചോദിച്ചാൽ അത് ജർമ്മനി. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ബ്രിട്ടൻ ആണ്. ഇനി റൂക്കേല നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജർമ്മനിയാണ്. ഭിലായ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലകൾക്ക് സഹകരണം നൽകിയ രാജ്യം ചോദിച്ചാൽ അത് റഷ്യയാണ്. ഇനി നമ്മൾ ഇത് ഇവനെ അങ്ങ് പഠിക്കാൻ പോവുകയാണ്. ഇനി സുഹൃത്തുക്കൾക്ക് ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് പോലും നഷ്ടമാവില്ല. 100% ഷുവർ ആണ്. ആകെ നിങ്ങൾ പഠിക്കാനുള്ളത് DBRG എന്നങ്ങ് പഠിക്കുക. എന്താ സുഹൃത്തുക്കളെ പഠിക്കാനുള്ളത്? DBRG എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി പറയുവാണ്, DBRG എന്നങ്ങ് പഠിക്കുക സുഹൃത്തുക്കൾ. ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഒരു 5-6 തവണ എഴുതി തന്നെ അങ്ങ് പഠിച്ചോളണേ. DBRG എന്നങ്ങ് പഠിക്കുക. ഇതോടുകൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലയും അവയെ സഹായിച്ച രാജ്യങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടും. DBRG എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇതില് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാപൂരിനെ സൂചിപ്പിക്കുന്നു. ഇതിലെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാപൂരിനെ സൂചിപ്പിക്കുന്നു. ഡിയുടെ തൊട്ടടുത്ത് ആരാ സുഹൃത്തുക്കളെ കിടക്കുന്നത്? B അല്ലേ സുഹൃത്തുക്കളെ കിടക്കുന്നത്? ഡിയുടെ തൊട്ടടുത്ത് ആരാ കിടക്കുന്നത്? B ആണ് കിടക്കുന്നത്. അപ്പോൾ ദുർഗാപൂരുമായി സഹകരിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടൻ ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ സുഹൃത്തുക്കളെ? ബ്രിട്ടൻ ആണ്. അപ്പൊ ദുർഗാപൂരുമായിട്ട് സഹകരിച്ച രാജ്യം ആരാണ്? ബ്രിട്ടൻ ആണ്. ഇനി B എന്ന് പറഞ്ഞ ലെറ്ററിൽ ആരംഭിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ ആരൊക്കെയുണ്ട് സുഹൃത്തുക്കളെ? 2 എണ്ണമല്ലേ? ഒന്ന് ഭിലായും ഒന്ന് ബൊക്കാറോയും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? B എന്ന് പറയുന്നതിൽ ആരംഭിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ഇരുമ്പുരുക്ക് ശാലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭിലായും ബൊക്കാറയുമാണ്. അപ്പൊ ഭിലായും ബൊക്കാറയും സഹകരിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ അത് R മീൻസ് റഷ്യയാണ്. കിട്ടിയത് കണ്ടോ? ഭിലായും ബൊക്കാറോ എന്നീ 2 ഇരുമ്പുരുക്ക് ശാലകളുമായിട്ട് സഹകരിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. തൊട്ടടുത്ത് കിടക്കുന്നത് R ആയതുകൊണ്ട് റഷ്യയാണ്. ഇനി നമ്മൾ 6 ആരംഭിക്കണം. 6 ആരംഭിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാ സുഹൃത്തുക്കളെ? അത് റൂക്കേലയാണ്. അപ്പോൾ റൂക്കേലയുമായിട്ട് സഹകരിക്കുന്ന രാജ്യമാരാണ്? G എന്നാണ്, അതായത് ജർമ്മനിയാണ്. കിട്ടിയോ? PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ഏതൊരു ഇരുമ്പുരുക്ക് ശാലയുമായി സഹകരിച്ച രാജ്യവും ഇതിനകത്തുണ്ട്. അപ്പൊ കോഡ് ഒന്നുകൂടി പറയുവാണ്, DBRG എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ എഴുതുക. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുർഗാപൂരാണ്. അതിന്റെ തൊട്ടടുത്ത് ആരാ കിടക്കുന്നത്? B ആണ്. അപ്പൊ ദുർഗാപൂരിനെ സഹായിച്ച രാജ്യം ഏതാണ് സുഹൃത്തുക്കളെ? ബ്രിട്ടൻ ആണ്. ഇനി ബിയിൽ തുടങ്ങുന്ന പ്രധാനപ്പെട്ട 2 ഇരുമ്പുരുക്ക് ശാലകൾ ഇന്ത്യക്കുണ്ട്. ഒന്ന് ഭിലായും മറ്റൊന്ന് ബൊക്കാറോയും.
ഇവയെ രണ്ടിനെയും സഹായിച്ചത് ഒരേ രാജ്യം തന്നെയാണ്. ആര്? റഷ്യയാണ്. തൊട്ടടുത്ത് 6 കിടക്കുന്നുണ്ട്, റഷ്യ. ഇനി 6 തുടങ്ങുന്ന ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല എന്ന് ചോദിച്ചാൽ അത് റൂക്കേലയാണ്. റൂക്കേലയെ സഹായിച്ച രാജ്യമാരാണ്? തൊട്ടടുത്ത് കിടക്കുന്ന ജർമ്മനി. അപ്പോൾ DBRG എന്നൊരു ഈസി കോഡിലൂടെ സുഹൃത്തുക്കൾക്ക് ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലകളും അതുമായി സഹകരിച്ച രാജ്യവും പക്ക നമ്മുടെ കൈ കിട്ടും. സ്ഥിരം PSCയുടെ ഒരു ഷുവർ ഷോട്ട് ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. പക്ക നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് ഉറപ്പിക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? അത് CK ലക്ഷ്മണനാണ്. വർഷം 1924 സമ്മർ ഒളിമ്പിക്സ്, പാരീസ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CK ലക്ഷ്മണനാണ്. 1924 സമ്മർ ഒളിമ്പിക്സ്, പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലായിരുന്നു ആര് പങ്കെടുത്തത്? CK ലക്ഷ്മണൻ പങ്കെടുത്തത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് ചോദിക്കുന്നെങ്കിൽ അത് PT ഉഷയാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിൽ വെച്ചായിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സിൽ വെച്ചാണ് ആദ്യമായിട്ട് ഒരു മലയാളി വനിത ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ആരാ വ്യക്തി? PT ഉഷയാണ്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ. എത്ര തവണയാണ്? 4 തവണ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ ആണ്. എത്ര തവണയാണ് അവര് പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ അത് 4 തവണ. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ആദ്യത്തെ മലയാളി കായിക താരം മാനുവൽ ഫെഡറിക് ആണ്. അദ്ദേഹം ഹോക്കിയിലാണ് എന്ത് നേടിയത്? ഒളിമ്പിക്സ് മെഡൽ നേടിയത്. പഠിക്കുക, ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ആദ്യത്തെ മലയാളി കായിക താരം ചോദിച്ചാൽ അത് മാനുവൽ ഫെഡറിക് ആണ്. അദ്ദേഹം എന്തിനാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നേടിയെന്ന് ചോദിച്ചാൽ അത് ഹോക്കിയിലാണ്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത PT ഉഷയാണ്. പഠിച്ചോളനെ, ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. 1984 ലോസ് ആഞ്ചലസിലാണ് 400 മീറ്റർ ഹഡിക്സിലായിരുന്നു അവർ പങ്കെടുത്തിരുന്നത്. ജസ്റ്റ് മിസ്സിന് അവർക്ക് എന്ത് ചെയ്തു? 4ാം സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു? താഴ്പ്പെട്ടു. സത്യത്തിൽ അന്ന് 3ാം സ്ഥാനം കിട്ടാനുള്ളതായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? 4ാം സ്ഥാനത്തേക്ക് താഴ്ത്തപ്പെട്ടു. അപ്പൊ ഒന്നുകൂടി പഠിച്ചോളണേ. ഇത് ഈ ലൈൻ പോലെ തന്നെ അങ്ങ് പഠിച്ചോളണം. PSC ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ അത് PT ഉഷ. PT ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ വർഷം 1984 ലോസ് ആഞ്ചലസിൽ നടന്ന ഒളിമ്പിക്സില്. PT ഉഷ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇനം ചോദിച്ചു കഴിഞ്ഞാൽ 400 മീറ്റർ ഹഡിക്സിലാണ്. 4ാം സ്ഥാനമായിരുന്നു. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ ആണ്. വർഷം 1984 ലോസ് ആഞ്ചലസ് തന്നെയാണ്. ഇവിടെയാണ് സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. PT ഉഷയാണെങ്കിലും അതുപോലെ തന്നെ ഷൈനി വിൽസൺ ആണെങ്കിലും പങ്കെടുത്തത് ഏതിൽ തന്നെയാണ്? 1984 ലോസ് ആഞ്ചലസിൽ തന്നെയാണ്. പക്ഷെ വന്ന വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതിൽ ആദ്യത്തെ ഇവന്റ് ഷൈനി വിൽസൺ ആയതുകൊണ്ട് തന്നെ ഷൈനി വിൽസൺ എന്ത് ചെയ്തു? സെമി ഫൈനൽ വരെ എത്തി. അതുകൊണ്ട് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത ആരായിട്ട് മാറി? ഷൈനി വിൽസൺ ആയി മാറി. രണ്ടാമതായിരുന്നു PT ഉഷയുടെ ഇവന്റ് വന്നത്. PT ഉഷ അതിനകത്ത് എന്ത് ചെയ്തു? ഫൈനലൈസ് ചെയ്തു. സെമി ഫൈനലും കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിത PT ഉഷയുമായി, ഒളിമ്പിക്സിലെ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ വനിത ഷൈനി വിൽസണുമായി. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പോയിന്റ് ആണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൈനി വിൽസൺ ആണ്. പഠിക്കുക, ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു ചോദിച്ചാൽ ഷൈനി വിൽസൺ ആണ്. ഒന്നുകൂടി പറയുവാണേ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് CK ലക്ഷ്മണൻ. 1924 സമ്മർ ഒളിമ്പിക്സ്, പാരീസിൽ വെച്ച്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ അത് PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിലെ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരെന്ന് ചോദിച്ചാൽ ഷൈനി വിൽസൺ ആണ്, 4 തവണ. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ആദ്യത്തെ മലയാളി കായിക താരമാരെന്ന് ചോദിച്ചാൽ അത് മാനുവൽ ഫെഡറിക്. എന്തിനാണ് ലഭിച്ചത് അദ്ദേഹത്തിന്? ഹോക്കിക്കാണ്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ അത് PT ഉഷ. 1984 ലോസ് ആഞ്ചലസിലെ 400 മീറ്റർ ഹഡിക്സിലാണ്. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ. വർഷം 1984 ലോസ് ആഞ്ചലസ് തന്നെയാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. നമ്മുടെ ചാനലിൽ LDC 2024 ഒരു ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസിന്റെ ലിങ്ക് നമ്മുടെ LDC 2024 ഫ്രീ കോഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ നൽകിയിരിക്കുന്നു. LGS 2024 ഉടൻ തന്നെ നമ്മുടെ ഒരു ഫ്രീ കോഴ്സ് ആരംഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ വെയിറ്റ് ചെയ്യുക, ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.